പോർട്ടർ അധ്യായം 43. നീല ജാക്കറ്റും ജീൻസും സ്ലെറ്റ്സും ധരിച്ച അഷ്ടമനെ കണ്ടപ്പോൾ ഫ്രാൻസിസ് വിളറി വെളുത്തു. കുത്തേറ്റ കൈ അയാൾ മറയ്ക്കാൻ ശ്രമിച്ചു. അഷ്ടമൻ എല്ലാം കേട്ടെന്നവർക്ക് മനസ്സിലായി. കൈലാസ് ചുറ്റും നോക്കി. ഹോട്ടൽ ലോണിൽ മറ്റു പലരുമുണ്ട്. രാജൻ ബാബു സിഗരറ്റ് വലിച്ചപടി ഇരിക്കുകയാണ്. ഈ പുല്ലിനെ നമുക്ക് അടിച്ചാലോടാ, ആളുകൾ നമ്മളുടെ കൂടെ കൂടും. അവന്റെ അഹങ്കാരം കൊണ്ടാ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇനി ഇങ്ങനൊരു അവസരം കിട്ടിയില്ലെന്ന് വരും. കൈലാസ് ഫ്രാൻസിസും രാജൻ ബാബുവും മാത്രം കേൾക്കാൻ പാകത്തിൽ മന്ത്രിച്ചു. അവനെ കീഴ്പ്പെടുത്തിയാൽ നമ്മൾ രക്ഷപ്പെടും. അവരുടെ മുന്നിൽ കിടന്ന ഒഴിഞ്ഞ കസേരയുടെ അടുത്ത് വന്ന് അഷ്ടമൻ നിന്നു. എന്താ, എന്നെ തല്ലണമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അഷ്ടമൻ ചോദിച്ചു. രാജൻ ബാബു പെട്ടെന്ന് എഴുന്നേറ്റു. അയാൾ ഇരുന്ന കസേര എടുത്ത് തന്നെ അടിക്കുകയാണ് ലക്ഷ്യമെന്ന് അഷ്ടമന് തോന്നി. അയാൾ പെട്ടെന്ന് പറഞ്ഞു, ഇത് നോക്ക്. ജാക്കറ്റിന്റെ പോക്കറ്റിൽ ഇട്ടിരുന്ന കൈ അയാൾ അനക്കി കാണിച്ചു. ഈ കയ്യിലുള്ളത് ഒരു പിസ്റ്റലാണ്. എന്റെ നേരെ കൈ ഉയർത്തിയാൽ ഇത് പൊട്ടും. മൂന്നിനെയും കൊന്നുകളയും ഞാൻ. അത് കേട്ടപ്പോൾ രാജൻ ബാബുവിന്റെ ധൈര്യമെല്ലാം ചോർന്നുപോയി. ജാക്കറ്റിനുള്ളിൽ പിസ്റ്റലിന്റെ കുഴൽ മുഴച്ചു നിൽക്കുന്നത് അവർ കണ്ടു. എന്തെങ്കിലും ഒരു കരുതലില്ലാതെ അഷ്ടമൻ തങ്ങളുടെ മുന്നിലേക്ക് ഇത്ര ധൈര്യത്തോടെ കടന്നു വരികയില്ലല്ലോ. ഇരിക്കടാ, അഷ്ടമൻ മുരണ്ടു. രാജൻ ബാബുവിന് അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അഷ്ടമന്റെ മുഖത്തൊരു പരിഹാസച്ചിരി ഉണ്ടായി. എന്റെ പണം തരാതെ എന്നെ കൊടുക്കാനുള്ള വിദ്യ ആലോചിക്കുകയാണ് നിങ്ങൾ. അഷ്ടമൻ ഫ്രാൻസിസിനെ നോക്കി. അയാളുടെ മുഖത്ത് കത്തി കുത്തിയിറക്കിയപ്പോഴത്തെ ഭാവം ഫ്രാൻസിസിന്റെ ഉള്ളു കിടുങ്ങി. ഞാൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് നിനക്കറിയണോടാ? അത് കേട്ട് ഫ്രാൻസിസിന്റെ മുഖം വിളറിപ്പോയി. ശബ്ദിക്കാനാവാതെ ചുണ്ടുകളും തൊണ്ടയും വരണ്ടുപോയി. അത് കണ്ടുപിടിച്ചു വേണം നിന്റെ തന്തയ്ക്കും പോലീസുകാർക്കും എന്നെ പിടിക്കാൻ, അല്ലേ? അഷ്ടമന്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. ഞാൻ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങളുടെ മുന്നിൽ. വിളിക്കടാ പോലീസിനെ. നാവനക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. നിങ്ങളുടെ വീട്ടുകാർക്ക് മക്കൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ എന്റെ പണം തരാൻ പറയൂ. അല്ലെങ്കിൽ ഫ്രാൻസിസിന്റെ കയ്യിൽ കുത്തിയ കത്തി അവന്റെ കഴുത്തിൽ കുത്താൻ എനിക്ക് അറിയാമായിരുന്നു. ചോദിച്ചു നോക്ക്. അഷ്ടമൻ അവരെ മാറി മാറി നോക്കി. ഫ്രാൻസിസ് വിളറിപ്പോയി. അടുത്തത് രാജൻ ബാബുവാണ്. നിന്റെ ഡാഡിക്ക് നിന്നെ വേണ്ടെങ്കിൽ ഞാൻ കൊന്നുകളയും. രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ കൊള്ളയടിച്ച പണമുണ്ടല്ലോ അയാളുടെ പക്കൽ. അഷ്ടമൻ പറഞ്ഞപ്പോൾ രാജൻ ബാബു വല്ലാതായി. അഷ്ടമൻ തങ്ങളെയും കൊണ്ടേ പോകുകയുള്ളൂവെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഹോട്ടലിൽ നിന്ന് വന്ന് കാറിൽ കയറാൻ തുടങ്ങുകയായിരുന്നു വിജയനും ദീപയും. ചുറ്റും നോക്കി ലോണിലിരുന്ന ആളുകളെ ശ്രദ്ധിച്ച വിജയൻ കൈലാസിനെയും സുഹൃത്തുക്കളെയും കണ്ടു. അവരും വിജയനെയും ദീപയെയും കണ്ടു. അത് നമ്മുടെ ശത്രുക്കളല്ലേ? ദീപ ചോദിച്ചു. അതെ. വിജയന്റെ കണ്ണുകൾ ജാക്കറ്റ് ധരിച്ച ആളിലായിരുന്നു. ദീപേ, ആ ജാക്കറ്റും ഗ്ലാസും ധരിച്ചവനെയാണ് അന്ന് ഞാൻ അടി കൊടുത്തത് എന്ന് തോന്നുന്നു. ദീപ അയാളെ നോക്കി. അഷ്ടമനോ? ഭീകരനായ കള്ളക്കടത്തുകാരൻ. ഇയാൾ വിജയനെ കൊല്ലാൻ നടക്കുകയാണെന്നല്ലേ രൂപ പറഞ്ഞത്? വിജയൻ ശിരസിളക്കി. അത് അഷ്ടമനായിരിക്കില്ല. എന്തായാലും അവർ തമ്മിൽ സുഹൃത്തുക്കളായി കാണുകയില്ല, ദീപ പറഞ്ഞു. 1 മിനിറ്റ് ദീപേ. വിജയൻ ലോണിലേക്ക് ചെന്നു. ഹലോ. വിജയൻ കൈലാസിനെയും ഫ്രാൻസിസിനെയും രാജൻ ബാബുവിനെയും കൈയുയർത്തി വിഷ് ചെയ്തു. വിജയൻ അഷ്ടമന്റെ അടുത്തേക്ക് വരുന്നത് അപകടത്തിനാണെന്ന് അവരുടെ മനസ്സ് മന്ത്രിച്ചു. വിജയനോടുള്ള പ്രതികാരവുമായി നടക്കുന്ന അഷ്ടമന്റെ കയ്യിൽ തോക്കുണ്ട്. വിജയൻ അത് അറിയില്ല. അഷ്ടമൻ തിരിഞ്ഞ് വിജയനെ നോക്കി. അവരുടെ കണ്ണുകൾ 2 ചില്ലുകൾ മുട്ടി ഉരസിയതുപോലെയാണ് കൂട്ടിമുട്ടിയത്. അഷ്ടമൻ, വിജയൻ വിളിച്ചു. നൊട്ടോറിയസ് സ്മഗ്ലർ, ഇന്റർനാഷണൽ ഡ്രഗ് ബിസിനസ്മാൻ. ജാക്കറ്റിലുള്ള അഷ്ടമന്റെ കൈ പിസ്റ്റലിൽ ഞെരിയുകയാണെന്ന് കൈലാസിന് മനസ്സിലായി. ഏതു നിമിഷവും അയാളത് പുറത്തെടുക്കും. അല്ലെങ്കിൽ ജാക്കറ്റിനുള്ളിൽ നിന്നൊരു വെടി പൊട്ടും. ഫ്രാൻസിസിന്റെയും രാജൻ ബാബുവിന്റെയും ഹൃദയമിടിപ്പ് കൂടി. എങ്കിലും ബാബുവിന് സന്തോഷമായിരുന്നു. വിജയനെ അഷ്ടമൻ കൊന്നാൽ ദീപയെ തനിക്ക് വിവാഹം കഴിക്കാം. ഗോപികൃഷ്ണന്റെ സ്വത്ത് മുഴുവൻ തനിക്ക് ലഭിക്കും. ദീപ കാറിനടുത്ത് നിൽക്കുന്നത് രാജൻ ബാബു പകയോടെ നോക്കി. ഇപ്പോൾ നീയും ഇവനും കൂട്ടായി അല്ലേടാ? വിജയൻ കൈലാസിനോട് ചോദിച്ചു. കൈലാസ് ഒന്നും പറഞ്ഞില്ല. വിജയൻ അഷ്ടമനെ നോക്കി. നീ എന്നോട് പ്രതികാരം ചെയ്യാനായി നടക്കുകയാണെന്ന് കേട്ടല്ലോ. നിന്നോട് ഞാൻ കണക്ക് തീർക്കും. വെറുതെ വിട്ടെന്ന് കരുതണ്ട, അഷ്ടമൻ പറഞ്ഞു. കണക്ക് തീർക്കണമെന്ന് തോന്നുമ്പോൾ വന്നാൽ മതി. ഇത് നിങ്ങൾ തന്നെയാണോന്നറിയാൻ വന്നതാണ് ഞാൻ, വിജയൻ കൂസാതെ പറഞ്ഞുകൊണ്ട് കൈലാസിനെ നോക്കി. ഇനി എന്ത് കള്ളക്കടത്താടാ നീ പ്ലാൻ ചെയ്യുന്നത്? SP-യുടെ മകനാണെങ്കിലും അന്തസ്സുള്ള ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയില്ല അല്ലേടാ? ഇനി നിന്റെ അമ്മയെയും പെങ്ങളെയും ഇവൻ പിടിച്ചുകൊണ്ടു പോകുന്നത് കണ്ടാലേ നിനക്ക് തൃപ്തിയാവുകയുള്ളോ റാസ്കൽ? വിജയൻ കൈലാസിനെ ശാസിച്ചിട്ട് തിരിച്ചു നടന്നു. അയാൾ ദീപയുടെ കാറിൽ കയറി പോകുന്നത് അവർ കണ്ടു. ബാസ്റ്റേഡ്, ധിക്കാരിയാണവൻ. അവന്റെ തന്റേടം എന്റെ ഒരു വെടിയുണ്ടയിൽ തീരും. അഷ്ടമൻ പല്ലിഞ്ഞിരിച്ചു. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. എന്നെക്കൊണ്ട് ആയുധം എടുപ്പിക്കാതെ പണം ഉണ്ടാക്കി തരുന്നതാണ് നല്ലത്. പണം കിട്ടാതെ ഞാൻ പിന്മാറുകയില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അഷ്ടമൻ എല്ലാവരെയും നോക്കി താക്കീത് ചെയ്തിട്ട് തിരിച്ചു നടന്നു. എടാ ഫ്രാൻസിസേ, വിജയൻ അത്രയും വന്ന് പറഞ്ഞിട്ട്
അഷ്ടമന്റെ പ്രതികരണം മോശമായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാളുടെ രഹസ്യങ്ങളെല്ലാം വിജയൻ അറിഞ്ഞപ്പോൾ അയാൾക്ക് ഒരു ഞെട്ടൽ പോലും ഉണ്ടാകാതിരുന്നതെന്താണ്? കൈലാസ് ചോദിച്ചു. വിജയൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഫ്രാൻസിസ് ചോദിച്ചു. അതെങ്ങനെയെങ്കിലും ആകട്ടെ, രാജൻ ബാബു അഭിപ്രായപ്പെട്ടു. ഒരു കാര്യം എനിക്ക് ബോധ്യമായി. എന്താ? ഫ്രാൻസിസ് തിരക്കി. അഷ്ടമന്റെ കയ്യിൽ തോക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ അയാൾ വിജയനെ വെടിവെച്ചേനെ. ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ചായത് കൊണ്ടായിരിക്കും. ആളുകൾ ഓടിക്കൂടിയാൽ അയാൾ പിടിക്കപ്പെടൂലേ? കൈലാസ് ചോദിച്ചു. തോക്ക് കണ്ടാൽ ആരാണ് അടുക്കുന്നത്? അഷ്ടമന്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ലേ? അയാൾ ഇങ്ങനെയൊന്നും ഭയപ്പെടുന്നവനല്ല. ഇത് അവസരമാണ്. ഞാനവനെ അടിച്ചു വീഴിക്കാൻ പോകുകയാണ്. ഇനി ഇവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. പറഞ്ഞുകൊണ്ട് രാജൻ ബാബു കസേരയും എടുത്തുകൊണ്ട് മുന്നോട്ട് കുതിച്ചു ചെന്നു. കൈലാസിന്റെയും ഫ്രാൻസിസിന്റെയും ശ്വാസം നിലച്ചുപോയി. രാജൻ ബാബു കസേര ഓങ്ങുന്നത് പലരും കണ്ടു. ഒരു ശബ്ദം ഉയർന്നു. അഷ്ടമൻ തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് അടി വീണു. അയാളുടെ തലയിൽ നിന്ന് ചോര തെറിച്ചു. അഷ്ടമൻ തിരിഞ്ഞപ്പോൾ കസേര മുഖത്ത് ആഞ്ഞു പതിച്ചു. പിന്നോട്ട് വേച്ചുപോയ അഷ്ടമന്റെ ജാക്കറ്റിനുള്ളിൽ നിന്ന് വെടി പൊട്ടി. നൊടിയിട കൊണ്ടായിരുന്നു എല്ലാം. കൈലാസും ഫ്രാൻസിസും വിറച്ചുപോയി. വെടി പൊട്ടിയ നിമിഷം അവരുടെ മുന്നിലെ മേശപ്പുറത്തിരുന്ന കോളക്കൊപ്പി പൊട്ടി. അതിരുന്ന സ്ഥാനത്തു നിന്ന് അപ്രത്യക്ഷമായി. രാജൻ ബാബു പിന്നിലേക്ക് മറിഞ്ഞു വീഴുന്നത് അവർ കണ്ടു. അധ്യായം 44. രാജൻ ബാബു പിന്നോട്ട് മറിഞ്ഞ് ലോണിലേക്ക് വീണു. കൈലാസും ഫ്രാൻസിസും പ്രാണൻ പോയതുപോലെ ചലനമറ്റ് ഇരുന്നു. ഒറ്റ വെടിയെ പൊട്ടിയുള്ളൂ. അതുകൊണ്ടാണ് കോളക്കൊപ്പി തകർന്നത്. രാജൻ ബാബു വീഴുകയും ചെയ്തു. അയാളുടെ ദേഹം തുളച്ചു കടന്നു വന്ന വെടിയുണ്ടയാണോ എന്ന് അവർ സംശയിച്ചു. അഷ്ടമന്റെ തലയിൽ നിന്ന് ചോര ജാക്കറ്റിലേക്കും ഷർട്ടിലേക്കും ചീറ്റി വീഴുന്നത് കണ്ടു. ലോണിലിരുന്ന ആളുകളെല്ലാം ഭയത്തോടെ എഴുന്നേറ്റു. ചില സ്ത്രീകൾ ആ കാഴ്ച കണ്ട് ഭയന്ന് നിലവിളിച്ചു. അഷ്ടമൻ വീണ്ടും ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാകാതെ മുന്നോട്ട് ഓടി. അപ്പോൾ പാർക്കിംഗ് ഏരിയയിൽ കിടന്ന പച്ച മാരുതി വാൻ ഓടി വന്നു. അഷ്ടമൻ അതിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് വീണു. അവനെ തടയി. കൈലാസ് എഴുന്നേറ്റ് ഗേറ്റിൽ നിന്ന സെക്യൂരിറ്റിയോട് വിളിച്ചു പറഞ്ഞു. വാനിന്റെ ഡോർ ഓട്ടത്തിനിടയിൽ അടയപ്പെട്ടു. സെക്യൂരിറ്റിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിനു മുമ്പ് വാൻ ഗേറ്റ് കടന്നു പോയി. കൈലാസ് രാജൻ ബാബുവിന്റെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും അയാൾ എഴുന്നേറ്റു. അയാളുടെ ചുറ്റും ആളുകൾ കൂടി. രാജൻ ബാബുവിന് വെടിയേറ്റില്ലെന്നും വെടിയേൽക്കാതിരിക്കാനാണ് അയാൾ വീണതെന്നും അറിഞ്ഞപ്പോഴാണ് കൈലാസിനും ഫ്രാൻസിസിനും സമാധാനമായത്. ഇനി അഷ്ടമൻ നമ്മളെ വിടുമെന്ന് കരുതുന്നുണ്ടോ? ഫ്രാൻസിസ് കൈലാസിനോട് ചോദിച്ചു. നീ നിന്റെ ഡാഡിയെ വിളിക്ക്. പോലീസിനെ കൊണ്ട് അവനെ തടയാമോ എന്ന് ചോദിക്കടാ. ഇപ്പോൾ ടൗൺ ബ്ലോക്ക് ചെയ്താൽ ആ പച്ചവാൻ പിടിക്കാൻ പ്രയാസമില്ല. അതിന് കഴിഞ്ഞില്ലെങ്കിൽ നമ്മളിനി തൂങ്ങിച്ചെത്താൽ മതി. അല്ലെങ്കിൽ അവൻ കൊല്ലും. ഫ്രാൻസിസിന്റെ പരിഭ്രാന്തി കണ്ടപ്പോൾ രാജൻ ബാബു കൈലാസിനോട് നിർദ്ദേശിച്ചു. കൃഷ്ണദാസിനെ വിളിക്കടാ. കൈലാസ് സെൽഫോൺ എടുത്ത് ഡാഡിയെ വിളിച്ചു. ഒറ്റ ശ്വാസത്തിൽ കൈലാസ് വിവരം അറിയിച്ചു. മോനെ, വാനിന്റെ നമ്പർ എന്താണ്? അറിയില്ല. നിറം പച്ചയാണ്. ഫോണിലൂടെ പറഞ്ഞിട്ട് കൈലാസ് ചുറ്റും നിന്നവരോട് ഉച്ചത്തിൽ അന്വേഷിച്ചു. ആ വാനിന്റെ നമ്പർ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആരും മറുപടി പറഞ്ഞില്ല. ഇല്ല ഡാഡി. പരിഭ്രാന്തിക്കിടയിൽ ആർക്കും അത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. കൈലാസ് ഡാഡിയോട് പറഞ്ഞു. ശരി, ഞാനിപ്പോൾ തന്നെ അന്വേഷിക്കാം. ആ വാൻ എവിടേക്കാണ് പോയത്? മിക്കവാറും ഇപ്പോഴത് MG റോഡിൽ എത്തിയിട്ടുണ്ടാകും. ശരി മോനെ, ഇപ്പോൾ തന്നെ ആ പച്ചവാൻ പിടിക്കാൻ മെസ്സേജ് കൊടുക്കാം. തലയിൽ മുറിവുമായി പിൻസീറ്റിൽ ഉള്ളവനാണ് അഷ്ടമൻ അല്ലേ? അതെ ഡാഡി, വേഗം അവനെ പിടിക്ക്. ഇനി ഇങ്ങനെയൊരു ചാൻസ് കിട്ടില്ല, കൈലാസ് തിടുക്കത്തിൽ പറഞ്ഞു. ലൈൻ ഡിസ്കണക്റ്റായി. ഉടൻ തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ബീറ്റ് പോലീസുകാരുടെയും വയർലെസ്സുകളിലേക്കും മെസ്സേജ് പോയി. ട്രാഫിക് ബ്ലോക്ക് ചെയ്ത് പരിശോധിക്കാനായിരുന്നു നിർദ്ദേശം. രാജൻ ബാബുവിന്റെ വാനിൽ ഹോട്ടലിൽ നിന്നിറങ്ങിയ കൈലാസ് നഗരത്തിൽ വാഹനങ്ങൾ നിശ്ചലമായിരിക്കുന്നത് കണ്ടു. ലോക്കൽ പോലീസിന്റെയും ട്രാഫിക് പോലീസിന്റെയും ജീപ്പുകൾ സിഗ്നലും സൈറനുമിട്ട് നിശ്ചലമായി കിടക്കുന്ന വാഹനങ്ങൾക്കിടയിലൂടെ പായുന്നു. മെയിൻ റോഡിലെത്തിയപ്പോൾ വാൻ മുന്നോട്ട് പോകുകയില്ലെന്നായി. വാൻ നിന്നപ്പോൾ കൈലാസ് ഡോർ തുറന്നിറങ്ങി. അവരെ കടന്ന് മുന്നോട്ട് പോയ പോലീസ് ജീപ്പ് നിന്നു. പുറത്തേക്ക് കൈനീട്ടി CI ചാണ്ടി കൈലാസിനെ വിളിച്ചു. മുമ്പായിരുന്നെങ്കിൽ ധിക്കാരം കാണിച്ചേനെ. പക്ഷെ ഇപ്പോൾ അയാൾക്ക് ധൈര്യം പോരാ. തല അയാളുടെ കക്ഷത്തിലാണ്. എന്താടാ സംഭവിച്ചത്? കൈലാസ് അടുത്തു ചെന്നപ്പോൾ ചാണ്ടി ചോദിച്ചു. നീയൊക്കെ അടിയുണ്ടാക്കിയത് കൊണ്ട് അനുഭവിക്കുന്നത് ആരാണെന്ന് മനസ്സിലായോ? പച്ച മാരുതി ഓടിക്കുന്ന പലരും ഇന്ന് തല്ലു മേടിക്കും. എന്ന് പറഞ്ഞാൽ അഷ്ടമനെ പിടിക്കാതിരിക്കാൻ പറ്റുമോ? കൈലാസ് ചോദിച്ചു. അപ്പോൾ വയർലെസ്സിൽ കേട്ട മെസ്സേജ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. നോർത്ത് ഓവർ ബ്രിഡ്ജിനടുത്ത് നിന്നാണ്. ഇവിടെ ഒരു പച്ച മാരുതി വാൻ പിടികൂടിയിട്ടുണ്ട്. ഡ്രൈവർ കസ്റ്റഡിയിലാണ്. വാനിന്റെ പിൻസീറ്റിൽ ചോര പറ്റിയ ടവലുണ്ട്. മുറിവേറ്റ ആൾ വാനിലില്ല. ഓവർ. അതെ, അത് തന്നെ, കൈലാസ് പറഞ്ഞു.
മുറിവേറ്റത് അഷ്ടമനാണ്. അവർ ഓവർ ബ്രിഡ്ജിനടുത്തെത്താനുള്ള സമയമേ ആയുള്ളൂ. വേഗം വിട്, ചാണ്ടി ഡ്രൈവറുടെ നേരെ തിരിഞ്ഞ് നിർദ്ദേശിച്ചു. പോകുന്ന വഴിക്ക് നോക്കിക്കോ. തലമുറഞ്ഞ അവൻ ചിലപ്പോൾ ഓടിപ്പോകുന്നത് കാണാൻ കഴിഞ്ഞേക്കാം. വാനിൽ അവനില്ലെന്നല്ലേ പറഞ്ഞത്? കൈലാസ് ചാണ്ടിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അഭിപ്രായപ്പെട്ടു. ജീപ്പ് മുന്നോട്ടു പോയി. അഷ്ടമനെ കിട്ടിയാൽ ഇടിച്ചു ശരിയാക്കാൻ സർക്കിൾ ചാണ്ടിയുടെ കൈ തരിച്ചു. അയാളുടെ കഴുകൻ കണ്ണുകൾ റോഡിനിരുവശത്തും വീണുകൊണ്ടിരുന്നു. ഇതേ സമയം നോർത്ത് ഓവർ ബ്രിഡ്ജിനപ്പുറത്ത് ഒരു ഫർലോങ് അകലെ ഓടിയെത്തിയിരുന്നു അഷ്ടമൻ. റോഡിൽ രണ്ടു നിരയായി വാഹനങ്ങൾ കിടക്കുകയായിരുന്നു. അഷ്ടമന്റെ ശിരസിന്റെ വലതുവശം ചോരയിൽ മുങ്ങിയിരുന്നു. വെള്ള പെയിന്റടിച്ച ഒരു ബൈക്ക് പാഞ്ഞു വന്നപ്പോൾ അഷ്ടമൻ കൈ കാണിച്ചു. ഒരു ട്രാഫിക് പോലീസുകാരനായിരുന്നു അത്. മുറിവേറ്റ അഷ്ടമനെ കണ്ടപ്പോൾ കോൺസ്റ്റബിൾ ബൈക്ക് നിർത്തി വിവരം അന്വേഷിച്ചു. സാർ, എന്റെ ബൈക്കിൽ ഒരു ബസ്സിടിച്ചു. എന്റെ ശിരസിൽ മുറിവുണ്ട്. എനിക്ക് തലചുറ്റുന്നു. ദയവായി എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അടുത്തു തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്, മേഴ്സി ഹോസ്പിറ്റൽ. പറയുന്നതിനിടയിൽ അയാൾ ബൈക്കിന് പുറകിൽ കയറി കഴിഞ്ഞു. കോൺസ്റ്റബിൾ പിന്നെ ആലോചിച്ചില്ല. ഈ സമയത്ത് പോലീസല്ലാതെ മറ്റാരാണ് ഇയാളെ സഹായിക്കുന്നത്? ട്രാഫിക് പോലീസുകാരൻ അയാളെ ഹോസ്പിറ്റലിന് മുന്നിൽ ഇറക്കി. താങ്ക് യു സാർ, അഷ്ടമൻ പറഞ്ഞു. നിങ്ങൾക്ക് നടക്കാമോ? ഡോക്ടറെ കാണാൻ ഞാൻ കൂടെ വരണോ? കോൺസ്റ്റബിൾ തിരക്കി. വേണ്ട, എനിക്ക് നടക്കാം. വളരെ തിരക്കിലാണെന്ന് തോന്നുന്നല്ലോ. അതെ, ഞങ്ങൾ കള്ളക്കടത്തുകാരനെ പിടിക്കാൻ വല വിരിച്ചിരിക്കുകയാണ്. ബ്രിഡ്ജിനപ്പുറത്ത് അവന്റെ വാൻ പിടിച്ചിട്ടിട്ടുണ്ട്. കോൺസ്റ്റബിൾ ബൈക്ക് തിരിച്ച് പറപ്പിച്ചു പോയി. പോകുന്നതിനിടയിൽ കോൺസ്റ്റബിൾ വയർലെസ് ഓൺ ചെയ്ത് മെസ്സേജ് കൊടുത്തു. ബ്രിഡ്ജിനടുത്ത് ഒരു ബൈക്ക് ബസ്സിൽ ഇടിച്ചിട്ടുണ്ട്. പരിക്കേറ്റ ചെറുപ്പക്കാരനെ ഞാൻ മേഴ്സി ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്. ആരാണ് സംസാരിക്കുന്നത്? CI ചാണ്ടിയുടെ ചോദ്യം. PC 2354 രവീന്ദ്രനാണ്. രവീന്ദ്രൻ ആക്സിഡന്റ് കണ്ടോ? ഇല്ല. ഞാൻ ബൈക്കിൽ ബ്രിഡ്ജിനടുത്തേക്ക് വരുമ്പോൾ അയാൾ എതിരെ ഓടി വരികയായിരുന്നു. ചെറുപ്പക്കാരനാണ്. ശിരസിലാണ് മുറിവ്. സർക്കിൾ ഇൻസ്പെക്ടർ ചാണ്ടി സംസാരിക്കുന്നു. അതാണ് നമ്മൾ തിരയുന്ന അഷ്ടമൻ. ഒരു ബൈക്ക് ആക്സിഡന്റ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അയാളെ ഹോസ്പിറ്റലിൽ ചെന്ന് പിടികൂടൂ. രവീന്ദ്രന് അയാളെ തിരിച്ചറിയാമല്ലോ. അവൻ രക്ഷപ്പെടരുത്. അത് കേട്ട PC രവീന്ദ്രൻ ബൈക്ക് നിർത്തി. എന്റെ ദൈവമേ! രവീന്ദ്രൻ ബൈക്ക് തിരിച്ച് മേഴ്സി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. താൻ ആ കള്ളക്കടത്തുകാരനെയാണോ രക്ഷപ്പെടുത്തിയത്? അയാൾ വിയർത്തുപോയി. ബൈക്ക് മേഴ്സി ഹോസ്പിറ്റലിന് വെളിയിൽ നിന്നു. അപ്പോഴേക്കും ഒരു പോലീസ് ജീപ്പും അവിടെ എത്തി. രവീന്ദ്രൻ ഓടിച്ചെന്ന് റിസപ്ഷനിൽ അന്വേഷിച്ചു. ഇപ്പോൾ ശിരസിൽ മുറിവുമായി വന്ന ആൾ എവിടെയാണ്? ഇപ്പോൾ ആരും വന്നില്ല സാർ, മെലിഞ്ഞ സ്ത്രീ പറഞ്ഞു. വന്നില്ലെന്നോ? ഞാനല്ലേ അയാളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത്. സത്യം പറയണം. അയാൾ ക്രിമിനലാണ്. സാറിന്റെ ബൈക്കിൽ വന്ന ആൾ സാർ പോയ ഉടനെ ഒരു ഓട്ടോയിൽ കയറി പോകുന്നത് കണ്ടു, റിസപ്ഷനിസ്റ്റ് പറഞ്ഞു. രവീന്ദ്രൻ വിയർത്തു. അയാൾ വേഗം ചെന്ന് ജീപ്പിൽ നിന്നിറങ്ങിയ പോലീസുകാരനോട് വിവരം പറഞ്ഞു. അവിടെ 4-5 ഓട്ടോറിക്ഷകൾ കിടപ്പുണ്ടായിരുന്നു. ആരാടാ അമറുവേറ്റവനെയും കൊണ്ടുപോയത്? പോലീസുകാർ ഓട്ടോക്കാരന്റെ അടുത്തെത്തി. കൈസറാണ് സാറേ. മുന്നിൽ കിടന്ന ഓട്ടോക്കാരൻ പോയ ഓട്ടോയുടെ പേര് പറഞ്ഞു. എവിടേക്കാ അത് പോയത്? അറിയില്ല സാറേ, ഡ്രൈവർ പറഞ്ഞു. ഇനി എങ്ങനെ കണ്ടുപിടിക്കും? പോലീസുകാർ ചോദിച്ചു. ഓട്ടോ വരുന്നതുവരെ കാത്തു നിൽക്കുക തന്നെ. ആ വരുന്നത് കൈസറാണ് സാറേ, ഓട്ടോ ഡ്രൈവർ പറഞ്ഞു. അടുത്തു വരുന്ന കൈസർ ഓട്ടോറിക്ഷയുടെ നേരെ എല്ലാവരും നോക്കി. ഓട്ടോ നിർത്താതെ അവരെ കടന്നു പോകാൻ തുടങ്ങിയപ്പോൾ കോൺസ്റ്റബിൾ രവീന്ദ്രൻ മുന്നോട്ട് ചാടി തടഞ്ഞു. ഓട്ടോ അയാളെ ഇടിച്ചു വീഴ്ത്തി. അധ്യായം 45. ഇടിയേറ്റ ട്രാഫിക് കോൺസ്റ്റബിൾ രവീന്ദ്രൻ വീണപ്പോൾ ഡ്രൈവർ ഓട്ടോ നിർത്തി പരിഭ്രാന്തിയോടെ ചാടിയിറങ്ങി. കൈസർ ഓട്ടോയിൽ ഒരു സ്ത്രീയും കുട്ടിയുമാണ് ഉണ്ടായിരുന്നത്. അവരും ഭയന്നുപോയി. എന്തു പോക്കൃത്തരമാ സാറേ ഇത്? മരിക്കണമെങ്കിൽ ഓട്ടോയുടെ മുന്നിൽ ചാടി മരിക്കണോ? വല്ല ട്രെയിനിന്റെയും മുന്നിൽ ചാടിക്കൂടെ? ചോദ്യം തീരുന്നതിന് മുമ്പ് പോലീസുകാർ ഓട്ടോ ഡ്രൈവറെ വളഞ്ഞു. ഇടിയേറ്റ് വീണ കോൺസ്റ്റബിളിനേക്കാൾ വേഗത്തിൽ ആ ഡ്രൈവർ അടിയേറ്റ് വീണു. അയാൾ നിലവിളിച്ചു. രവീന്ദ്രന് കാര്യമായൊന്നും പറ്റിയിരുന്നില്ല. നീ അവനെ എവിടെയാ കൊണ്ടുപോയി വിട്ടത്? ഒരു തടിച്ച പോലീസുകാരൻ ഓട്ടോക്കാരന്റെ കോളറിനെ പിടിച്ച് ഓട്ടോയിൽ ചാരി നിർത്തി. ഇപ്പോൾ നീ ഹോസ്പിറ്റലിന് മുന്നിൽ കൊണ്ടുപോയി വിട്ടവന്റെ കാര്യമാണ് ചോദിച്ചത്. തലയ്ക്ക് മുറിവേറ്റവൻ. രവീന്ദ്രൻ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്നു. അയാൾ അപ്പുറത്തെ ജംഗ്ഷനിൽ ഇറങ്ങി സാറേ, ഡ്രൈവർ പറഞ്ഞു. അയാളെ തനിക്ക് അറിയാമോ? ഇല്ല സാറേ. അവൻ അവിടെ ഇറങ്ങിയിട്ട് എങ്ങോട്ടാണ് പോയത്? ഞാൻ ശ്രദ്ധിച്ചില്ല. ഇവരുടെ ഓട്ടം കിട്ടിയപ്പോൾ തിരിച്ചു പോന്നു. ഡ്രൈവർ ഓട്ടോയിലിരുന്ന സ്ത്രീയെയും കുട്ടിയെയും നോക്കി. തലയിൽ മുറിവേറ്റ അവൻ ഹോസ്പിറ്റലിൽ കയറാതെ പോകുന്നത് എന്താണെന്ന് താൻ ചോദിച്ചില്ലേ? ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പരിചയമുള്ള ഒരു ഡോക്ടറുടെ അടുത്ത് പോകാനാണെന്ന്. പിന്നെ അയാൾ മൊബൈൽ ഫോണിലൂടെ സംസാരിക്കുന്ന തിരക്കിലായിരുന്നു സാർ. അയാൾ എന്താണ് സംസാരിച്ചതെന്ന് അറിയാമോ? ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നാൽ ഓട്ടോയിലാണെന്നും വണ്ടിയെപ്പറ്റിയൊക്കെ പറയുന്നത് കേട്ടു, ഡ്രൈവർ പറഞ്ഞു.
അപ്പോൾ CI ചാണ്ടി അവിടെ എത്തി. വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ചാണ്ടിക്ക് അഷ്ടമൻ രക്ഷപ്പെട്ടെന്ന് മനസ്സിലായി. അവനെ കൊണ്ടുപോകാൻ മറ്റാരോ വന്നു. കസ്റ്റഡിയിൽ കിട്ടിയ വാൻ ഡ്രൈവർ ചാണ്ടി എത്തുന്നതിന് മുമ്പേ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ ആ പച്ചമാരുതി വാൻ ഐലൻഡിലെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ നിന്ന് മോഷ്ടിച്ചതാണെന്നുള്ള വിവരം കിട്ടി. യാതൊരു തെളിവും ഇല്ലാതെ അഷ്ടമൻ രക്ഷപ്പെട്ടു. സർക്കിൾ ഇൻസ്പെക്ടർ ചാണ്ടിക്ക് നിരാശ തോന്നി. എങ്കിലും അയാൾ അഷ്ടമൻ ഇറങ്ങിയ ജംഗ്ഷനിൽ ഒന്ന് അന്വേഷിച്ചു. അഷ്ടമൻ രക്ഷപ്പെട്ടെന്നറിഞ്ഞപ്പോൾ കൈലാസിനും ഫ്രാൻസിസിനും രാജൻ ബാബുവിനും ഭയമായി. മൂർഖൻ പാമ്പിനെയാണ് ഞാൻ വേദനിപ്പിച്ച് വിട്ടിരിക്കുന്നത്, രാജൻ ബാബു പറഞ്ഞു. ഇനി അവൻ എന്തു ചെയ്യുമെന്ന് ദൈവത്തിനേ അറിയാവൂ. ഫ്രാൻസിസ് കുത്തുകിട്ടിയ കൈയിലേക്ക് നോക്കി. ഇവിടെ നിന്ന് ഒളിച്ചോടിപ്പോയാലും രക്ഷയില്ല. അഷ്ടമൻ നമ്മുടെ വീട്ടുകാരെ വെറുതെ വിടുകയില്ല. പണം ഉണ്ടാക്കുക മാത്രമേ രക്ഷയുള്ളൂ. പക്ഷേ 25 ലക്ഷം രൂപ എങ്ങനെ എവിടെ നിന്നുണ്ടാക്കാൻ പറ്റും? ഫ്രാൻസിസ് ഭീതി മൂലം കരയാൻ തുടങ്ങുകയായിരുന്നു. നമുക്ക് അഷ്ടമൻ താമസിക്കുന്ന ഇടം കണ്ടുപിടിക്കണം, കൈലാസ് പറഞ്ഞു. ഇതുവരെ അവൻ നമ്മളെ അന്വേഷിച്ചു വരികയല്ലായിരുന്നു. ഇനി നമ്മൾ അവനെ അന്വേഷിച്ചു ചെല്ലണം, പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. അതിന് അഷ്ടമൻ നിന്ന് തരുമെന്ന് തോന്നുന്നുണ്ടോ? ഫ്രാൻസിസ് ചോദിച്ചു. അപകടം പിടിച്ചൊരു കളിയാണ്, കടുവയെ പിടിക്കാൻ പോകുന്നത് പോലെ. അത് ചെയ്യാതെ നമുക്ക് രക്ഷയില്ല. നമ്മൾ ഉണ്ടാക്കിയ അപകടം നമ്മൾ തന്നെ ഇല്ലാതാക്കണം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെല്ലാം അപകടത്തിലാകും. തലമുറിഞ്ഞ അയാൾ ഏതെങ്കിലും ക്ലിനിക്കിൽ ചെല്ലാതിരിക്കില്ല, കൈലാസ പറഞ്ഞു. അവൻ ബോധം കെട്ട് വീണില്ലല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത്. അതുപോലെ തന്നെ അവന്റെ ഉന്നം തെറ്റിയില്ലായിരുന്നെങ്കിൽ ഞാൻ വെടിയേറ്റ് വീണേനെ. സത്യത്തിൽ അഷ്ടമന്റെ കയ്യിൽ തോക്കുണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഓർക്കുമ്പോൾ വിറച്ചു പോകുന്നു. ഞാൻ ഡാഡിയുമായി ആലോചിക്കാം, കൈലാസ പറഞ്ഞു. അഷ്ടമനെ കണ്ടുപിടിക്കാൻ പോലീസിന്റെ രീതികൾ കാണും. എടാ, അത് പിന്നെയും അപകടത്തിലാക്കും. പോലീസിന്റെ ഓരോ നീക്കവും അവൻ സംശയത്തോടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും, ഫ്രാൻസിസ് പറഞ്ഞു. ഏതു സമയവും അഷ്ടമൻ തങ്ങളുടെ മുന്നിൽ വരുമെന്ന ഭീതിയോടെയാണ് അവർ പിരിഞ്ഞത്. രാജൻ ബാബുവിനായിരുന്നു ഏറെ ഭയം. കൈലാസ് വീട്ടിൽ ചെന്നപ്പോൾ മമ്മിയും രൂപയും ഉത്കണ്ഠയോടെ ഇരിക്കുകയായിരുന്നു. അഷ്ടമൻ അവരെ വെടിവെച്ചെന്നും കൂട്ടുകാരിലെ ആരോ ഹോസ്പിറ്റലിലാണെന്നുമാണ് വേണിക്ക് കിട്ടിയ വിവരം. കൈലാസ് നടന്നതൊക്കെ വിവരിച്ചു. എടാ, അഷ്ടമന്റെ ഉന്നം തെറ്റിയില്ലായിരുന്നെങ്കിലോ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീട് ഇന്ന് മരിച്ച വീടാകുകയില്ലായിരുന്നോ? വേണി ചോദിച്ചു. മമ്മി, ഞങ്ങൾ അവനെ കണ്ടുപിടിക്കും, കൈലാസ് പറഞ്ഞു. അവൻ ആരാ എന്താന്നൊക്കെ അറിയാതെ നിങ്ങൾ എങ്ങനെയാടാ അവന്റെ കൂടെ കള്ളക്കടത്ത് തുടങ്ങിയത്? രൂപ ചോദിച്ചു. ഞാൻ കഴിഞ്ഞ വർഷം അങ്കിളിന്റെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ ട്രെയിനിൽ വെച്ചാണ് അഷ്ടമനെ പരിചയപ്പെട്ടത്. അവൻ എന്നെ അറിയാമെന്ന് പറഞ്ഞു. ഫോറിൻ സിഗരറ്റും ചോക്ലേറ്റുമൊക്കെ അവൻ എനിക്ക് തന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾ പരിചയക്കാരായി. അവൻ എന്നെ ബാറിൽ കൊണ്ടുപോയി സൽക്കരിച്ചു. കഥ പറയുന്നത് പോലെ കൈലാസ് പറഞ്ഞു. രൂപയും അമ്മയും അവൻ പറയുന്നത് കേട്ട് ഇരുന്നു. പിന്നീട് ഞങ്ങൾ കാണുമ്പോൾ എൻ്റെ കൂടെ രാജൻ ബാബുവും ഫ്രാൻസിസും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു ജോലിയും വരുമാനവും ഇല്ലാത്തത് കൊണ്ട് പണമുണ്ടാക്കാൻ ഒരു കുറുക്കു വഴികളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അയാളുടെ കാരിയറായി. 4-5 പ്രാവശ്യം ചെറിയ ചെറിയ ഇടപാടുകളായിരുന്നു. കാസർകോട്ടും കൊച്ചിയിലും സാധനം എത്തിച്ചാൽ മതിയായിരുന്നു. ചെറിയ പാക്കറ്റ് ആയതിനാൽ ഹാൻഡിൽ ചെയ്യാൻ ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ ആരും പിടിച്ചില്ല. 40,000 രൂപ വീതം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടി. പക്ഷേ ഇത്തവണയാണ് ആരോ ഒറ്റിയത്. ആ പണമൊക്കെ എന്തു ചെയ്തടാ? 40,000 രൂപ, രൂപ ചോദിച്ചു. അതൊക്കെ തീർന്നു. ഈ നഗരത്തിൽ പണം ചെലവാക്കാനാണോ വിഷമം? കൈലാസ് ചോദിച്ചു. ഒരു നിമിഷം നീ ഡാഡി പറ്റി ഓർത്തോടാ. നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്താൽ അതുകൊണ്ട് അപമാനിതനാകുന്നത് ആരാണ്? വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചാണ് പോലീസ് നിന്നെ പിടിച്ചിരുന്നതെങ്കിൽ സ്ഥിതി എന്താകുമായിരുന്നു? എല്ലാവരും അകത്ത് പോവുകയില്ലായിരുന്നോ? വേണി ചോദിച്ചു. തെറ്റ് പറ്റിപ്പോയി മമ്മി. ഇനി ഞങ്ങൾ തിരുത്താനുള്ള ശ്രമത്തിലാണ്. സ്മഗ്ലർ ആയതുകൊണ്ട് അഷ്ടമനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല. അവന്റെ പേര് അങ്ങനെയാണോ എന്നും ഞങ്ങൾ സംശയിക്കുന്നു. അവന്റെ തല പൊട്ടിച്ചു വിട്ടിരിക്കുകയല്ലേ? അവൻ പകവീട്ടാതിരിക്കുമോ? വേണി ചോദിച്ചു. അതേ മമ്മി, അവൻ പകരം വീട്ടും. രാജൻ ബാബുവിനെ അവൻ വെറുതെ വിടില്ല. അതുപോലെ തന്നെ വിജയനെയും. ഞങ്ങൾ എന്തൊക്കെ സംസാരിക്കുന്നെന്നും പ്ലാൻ ചെയ്യുന്നെന്നും നോക്കി നടക്കുന്നുണ്ട് അഷ്ടമൻ. അവനെപ്പറ്റി ഞങ്ങൾ ചിന്തിച്ചപ്പോഴാണ് മുന്നിൽ വന്നത്. ഏത് കൂട്ടത്തിലും വരാൻ അവന് മടിയില്ല. അല്ലായിരുന്നെങ്കിൽ പോലീസ് തെരഞ്ഞു നടക്കുമ്പോൾ അവൻ ഹോട്ടലിൽ വന്ന് ഞങ്ങളെ നേരിടുമായിരുന്നു. കൈലാസിന്റെ ഭയം അവരിലേക്കും പടർന്നു. അതേസമയം CI ചാണ്ടി SP കൃഷ്ണദാസിന്റെ ഓഫീസിലെത്തി പറഞ്ഞു. സാർ, മൊബൈൽ ഫോൺ കൊടുക്കുന്ന 2 കമ്പനികളിലും അന്വേഷിച്ചു. അവരാരും അഷ്ടമൻ എന്നൊരാൾക്ക് ഫോൺ കണക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ അവൻ മറ്റാരുടെയെങ്കിലും ഫോൺ
ഉപയോഗിക്കുകയായിരിക്കും. അല്ലെങ്കിൽ അവന്റെ പേര് അഷ്ടമൻ എന്നായിരിക്കില്ല. SP പറഞ്ഞു. പിറ്റേ ദിവസം വിജയൻ പരസ്യം ഷൂട്ട് ചെയ്യുന്നതിനുള്ള തിരക്കിലായിരുന്നു. വൈകിട്ട് രൂപ ഫോൺ ചെയ്തു. ചേട്ടനോട് എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. എന്താ രൂപേ? അഷ്ടമൻ കൈലാസിനെയും രാജൻ ബാബുവിനെയും വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു. അതേപ്പറ്റി പറയാനാണ്. ശരി, രൂപ എവിടെയാണ്? അവൾ സ്ഥലം പറഞ്ഞു. അത് ടൗണിലെ തിരക്കില്ലാത്ത ഒരു ഭാഗമായിരുന്നു. ടെലഫോൺ ബൂത്തിനടുത്ത് ഞാൻ നിൽക്കാം. ഡാഡി പ്രശസ്തനായതുകൊണ്ട് മറ്റെവിടെയെങ്കിലുമാണെങ്കിൽ എന്നെ ആളുകൾ ശ്രദ്ധിക്കും, രൂപ പറഞ്ഞു. വിജയൻ അവിടെ എത്തി. ടെലഫോൺ ബൂത്തും 1-2 കടകളും മാത്രമേ അവിടെയുള്ളൂ. 1-2 വലിയ കെട്ടിടങ്ങൾ പണി നടക്കുകയാണ്. ഫിയറ്റ് കാറിലാണ് വിജയൻ ചെന്നത്. ടെലഫോൺ ബൂത്തിന് മുന്നിൽ രൂപ നിൽക്കുന്നുണ്ടായിരുന്നു. വിജയൻ കാർ നിർത്തി ഇറങ്ങി. അവളുടെ അടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് ഒരു ബൈക്കിൽ ഗിരിദാസ് പാഞ്ഞു വന്നു. അയാളുടെ ഒടിഞ്ഞ കൈ കഴുത്തിൽ കെട്ടിത്തൂക്കിയിരിക്കുകയായിരുന്നു. ബൈക്ക് ഓടിക്കുന്നത് മറ്റൊരാളാണ്. ഇടത് കൈയിലെ റിവോൾവർ അയാൾ വിജയന്റെ നേരെ ചൂണ്ടി. വിജയേട്ടാ! ഞൊടിയിടയിൽ രൂപ വിജയനെ തള്ളിമാറ്റി. ഇരുവരും താഴെ വീണു. തുരുതുര വെടി പൊട്ടി. ടെലഫോൺ ബൂത്തിന്റെ ചില്ല് പൊട്ടിപ്പോയി. അതിലിരുന്ന സ്ത്രീ താഴേക്ക് കുനിഞ്ഞു. ആർക്കും വെടിയേറ്റില്ല. റിവോൾവറിലെ വെടിയുണ്ടകൾ തീർന്നെന്നറിഞ്ഞപ്പോൾ ബൈക്ക് വിടാൻ ഗിരിദാസ് പറഞ്ഞു. പെട്ടെന്ന് വിജയൻ ടെലിഫോൺ ബൂത്തിലേക്ക് ചെന്ന് ഫോൺ വലിച്ചു പറിച്ചെടുത്തു. മറ്റൊരായുധവും കിട്ടിയില്ല. ബൈക്കിന് പിന്നിലിരിക്കുന്നവൻ തന്നെയാണ് തന്റെ കാറിനകത്തേക്ക് വെടിവെച്ചതെന്നും അപ്പോഴാണ് അയാളുടെ കൈയൊടിഞ്ഞതെന്നും വിജയൻ തിരിച്ചറിഞ്ഞു. വിട്ടുപോകാൻ തുടങ്ങിയ ബൈക്കിന് നേരെ വിജയൻ ഫോൺ വലിച്ചെറിഞ്ഞു. അത് ഡ്രൈവറുടെ തലയിൽ കൊണ്ടു. റിസീവർ ഗിരിദാസിന്റെ കഴുത്തിൽ ചുറ്റി. ഡ്രൈവറുടെ കയ്യൊന്ന് പാളി. ബൈക്ക് ഓടയിലേക്ക് വീണു. വിജയൻ കുതിച്ചു ചെന്നു. റോഡിൽ വീണ ഗിരിദാസിന്റെ തലയ്ക്ക് വിജയൻ ഒരടി. മറ്റേയാൾ ഓടിക്കളഞ്ഞു. എന്തിനാടാ നീ ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചത്? രൂപ അവിടെ എത്തി ഗിരിദാസിന്റെ കരണത്ത് അടിച്ചു. അവന്റെ കഴുത്തിൽ ഫോൺ തൂങ്ങിക്കിടന്നു. വിജയൻ അത് ഒന്നുകൂടി ചുറ്റി അവനെ ശ്വാസം മുട്ടിച്ചു. പിന്നെ അവന്റെ പക്കലുള്ള തോക്കും കത്തിയും കൈക്കലാക്കി. ഗിരിദാസിന്റെ വായിൽ നിന്ന് കൊഴുത്ത ചോര ഒഴുകി. DSPയുടെ മോളാ ഞാൻ. ഞങ്ങളെ നീ എന്തിനാടാ കൊല്ലുന്നത്? രൂപ നിന്ന് വിറച്ചു. നിനക്കെന്താടാ ഞങ്ങളോട് ശത്രുത? സത്യം പറ, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. SP ആയി എന്നെ അയച്ചത്. ഗിരിദാസ് രക്ഷയില്ലെന്നുറപ്പായപ്പോൾ പറഞ്ഞു. വിജയനെ കൊല്ലാൻ. നിങ്ങളെ എനിക്കറിയില്ല. അയാൾ രൂപയെ നോക്കി അത്രയും കൂടി പറഞ്ഞു. വിജയനും രൂപയും ഞെട്ടിപ്പോയി. അധ്യായം 46. തന്റെ ഡാഡി വിജയനെ കൊല്ലാൻ അയച്ചിരിക്കുന്ന ആൾ. രൂപയ്ക്ക് അവനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സത്യം പറയടാ, നീ എന്റെ ഡാഡിയെ പ്രതിയാക്കുന്നോ? രൂപ അയാളുടെ കരണത്ത് വീണ്ടും അടിച്ചു. ഗിരിദാസ് കുതറിയെങ്കിലും വിജയന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. വിജയനും ഷോക്കേറ്റതുപോലെ നിൽക്കുകയായിരുന്നു. സത്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വിജയനോട് പകയൊന്നുമില്ല. SP വേണ്ടി സർക്കിൾ ചാണ്ടിയാണ് എനിക്ക് പണം തന്നു വിട്ടിരിക്കുന്നത്, ഗിരിദാസ് പറഞ്ഞു. അത് കേട്ടപ്പോൾ സത്യമാണെന്ന് രൂപയ്ക്ക് തോന്നി. എന്താ നിന്റെ പേര്? രൂപ ചോദിച്ചു. ഗിരിദാസ്, അയാൾ പറഞ്ഞു. അഷ്ടമൻ പറഞ്ഞത് അവൾ ഓർത്തു. നിനക്ക് അഷ്ടമനെ അറിയാമോ? അവൾ ചോദിച്ചു. അറിയാം. ആ മയക്കുമരുന്ന് കള്ളക്കടത്തുകാരനല്ലേ? ഗിരിദാസ് ചോദിച്ചു. അതെ, അയാൾ തന്നെ. പക്ഷേ അയാൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് എനിക്കറിയില്ല. അയാൾ എന്നോട് വിജയനെ പറ്റിയുള്ള വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു, ഗിരിദാസ് പറഞ്ഞു. നീ എന്നെ എത്ര പ്രാവശ്യം കൊല്ലാൻ ശ്രമിച്ചു? വിജയൻ ചോദിച്ചു. ഇത് 3-ാം പ്രാവശ്യമാണ്. 3ഉം പിഴച്ചു, അയാൾ പറഞ്ഞു. വിജയൻ അയാളെ ടെലിഫോൺ ബൂത്തിലേക്ക് കൊണ്ടുവന്നു. 2-3 ആളുകൾ അവിടേക്ക് വന്നിരുന്നു. ആളുകൾ ബഹളം വയ്ക്കുന്നതിന് മുമ്പ് വിജയൻ ബൂത്തിലെ സ്ത്രീയോട് പറഞ്ഞു. നിങ്ങളുടെ നഷ്ടമെല്ലാം ഞാൻ തന്നോളാം. നിങ്ങൾ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടാക്കണ്ട. ആ സ്ത്രീ തലയിളക്കി. വിജയൻ ഗിരിദാസിന്റെ കൈകൾ പിന്നോട്ടാക്കി കെട്ടി. ഒടിഞ്ഞ കൈയിൽ കെട്ടിയപ്പോൾ അയാൾക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയുണ്ടായി. നീ ഈ കാറിൽ ചാരി നിന്നോ. രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ശ്രമം നടത്തിയാൽ നിന്നെ ഞാൻ ശരിയാക്കും. നീ എന്നെ വെടിവെച്ചതിന് സാക്ഷികളുണ്ട്. ആത്മരക്ഷാർത്ഥം നിന്നെ എനിക്ക് കൊല്ലേണ്ടി വന്നുവെന്ന് വാദിച്ചാൽ കോടതി എന്നെ വെറുതെ വിടും. വിജയൻ ഗിരിദാസിനെ ഓർമ്മപ്പെടുത്തി. രക്ഷപ്പെടാനുള്ള ഒരു ശ്രമവും അയാളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. രൂപ വിജയൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കി നിൽക്കുകയായിരുന്നു. താൻ തള്ളി മാറ്റിയിരുന്നില്ലെങ്കിൽ വിജയൻ ചേട്ടനിപ്പോൾ മരിച്ചേനെ. ഒരു പക്ഷേ തനിക്കും വെടിയേൽക്കുമായിരുന്നു. ഓർത്തപ്പോൾ രൂപയുടെ ശരീരം ആലില പോലെ വിറച്ചു. തന്റെ ഡാഡിയാണിത് ചെയ്യിച്ചത്. സ്വന്തം മകനെ കൊല്ലാൻ. ഇപ്പോൾ ഡാഡിയും CA ചാണ്ടിയും പ്രതിയായിരിക്കുന്നു. വിജയൻ സെൽഫോണിൽ SP ഓഫീസിലേക്ക് വിളിച്ചു. SP. മറുവശത്ത് ശബ്ദം. SP മിസ്റ്റർ കൃഷ്ണദാസ്? വിജയൻ ചോദിച്ചു. യെസ്. നിങ്ങൾ കൊല്ലാനയച്ച ഒരാൾ എന്റെ കയ്യിലുണ്ട്.
ഞാൻ അവനെ കോടതിയിൽ ഹാജരാക്കാൻ പോവുകയാണ്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറസ്റ്റിലാകും, വിജയൻ പറഞ്ഞു. അത് കേട്ട് രൂപയും ഞെട്ടി. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? എസ് പിയുടെ നടുക്കം വ്യക്തമായിരുന്നു. നിങ്ങൾ ആരാണ്? വിജയൻ. ഞാൻ പിടിച്ചിരിക്കുന്നത് ആരെയാണെന്നും അയാൾ കോടതിയിൽ പറയാൻ പോകുന്നത് എന്താണെന്നും ഞാൻ വിശദീകരിക്കേണ്ടല്ലോ. നിങ്ങളെക്കാൾ മുമ്പേ CA ചാണ്ടി അറസ്റ്റിലാകും. മറുവശത്തെ നിശബ്ദതയുടെ അർത്ഥം വിജയന് മനസ്സിലായി. എസ് പിയുടെ കണ്ണിൽ ഇരുട്ട് കയറിയിരിക്കുകയാണ്. ഗിരിദാസിന് അല്പം പോലും ഭാഗ്യമില്ലാതെ പോയി. ഉണ്ടായിരുന്നെങ്കിൽ എന്നോടൊപ്പം നിങ്ങളുടെ മകൾ രൂപയെയും അയാൾക്ക് കൊല്ലാൻ കഴിഞ്ഞേനെ, വിജയൻ പറഞ്ഞു. രൂപ. തവള കരയുന്നത് പോലെ എസ് പിയുടെ ശബ്ദം കേട്ടു. യെസ്, ഷീ ഈസ് നിയർ ബൈ മീ. ഡാഡി എത്ര വലിയ നീതിപാലകനാണെന്ന് മകൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കെന്റെ മോളോട് സംസാരിക്കണം, SP അപേക്ഷിച്ചു. വിജയൻ സെൽ രൂപയുടെ കയ്യിൽ കൊടുത്തു. ഡാഡി, മോളെ നീ എവിടെയാണ്? ഡാഡി, എനിക്കിപ്പോൾ ലജ്ജ തോന്നുന്നു. ഡാഡിക്ക് എങ്ങനെ ഈ കൊലയാളിയെ അയക്കാൻ കഴിഞ്ഞു? വിജയേട്ടൻ അഷ്ടമനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചത് ഓർത്തെങ്കിലും ഗിരിദാസ് എന്ന ഈ കൂലിക്കൊലയാളിയെ അയക്കാതിരിക്കാമായിരുന്നില്ലേ? വിജയേട്ടൻ ഇപ്പോൾ പത്രക്കാരെ വിളിച്ചുകൂട്ടി ഈ വിവരം പരസ്യപ്പെടുത്തിയാൽ എവിടെയായിരിക്കും നമ്മുടെ അന്തസ്സും അഭിമാനവുമെല്ലാം? മോളെ, ഒരബദ്ധം പറ്റിപ്പോയി. ക്ഷമിക്കാൻ വിജയനോട് പറയണം. ഞാൻ പറയില്ല, പറയാൻ എനിക്ക് കഴിയില്ല. ഞാനും വിജയൻ ചേട്ടനും വെടിയേറ്റ് മരിച്ചു പോയിരുന്നെങ്കിൽ ഡാഡി ആരോട് ക്ഷമ ചോദിക്കുമായിരുന്നു? പരാജയപ്പെട്ടപ്പോഴല്ലേ ഈ അഭിനയം? രൂപ ചോദിച്ചു. മോളെ, സത്യമായും അഭിനയമല്ല. ഞാനും ചാണ്ടിയും ഗിരിദാസിനെ അന്വേഷിച്ചതാണ്. അവനെപ്പറ്റി യാതൊരു അറിവും കിട്ടിയില്ല. നീ എവിടെയാണ് മോളെ നിൽക്കുന്നത്? ചാണ്ടിയെ ഞാനിപ്പോൾ അങ്ങോട്ടയക്കാം. ഞാൻ പറയില്ല ഡാഡി. വിജയൻ ചേട്ടനോട് ചോദിക്കൂ. മോളെ, നമ്മൾ തകർന്നു പോകും. പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ എവിടെയാണ്? SP പരിഭ്രാന്തനായി. എന്തിനാ ചാണ്ടിയെ അയക്കുന്നത്? കൊല്ലാനാണോ? അല്ല മോളെ. എങ്കിൽ ഡാഡി തന്നെ ഇവിടെ വരണം. മോളെ, ഞാനെങ്ങനെ അവിടെ വരും? എന്റെ പൊസിഷൻ, ആ പൊസിഷൻ ഇപ്പോൾ പോയാലോ? മോളെ, നീയും എന്നെ തോൽപ്പിക്കുകയാണോ? ഞാൻ ഡാഡിയെ തോൽപ്പിക്കുകയല്ല. പക്ഷെ ഡാഡി ജയിക്കേണ്ട രീതി ഇതല്ല. ഒരു ഇന്ത്യൻ സിറ്റിസനെ കൊല്ലാൻ ശ്രമിച്ചവനെയും അവനെ അയച്ചവരെയും ഇന്ത്യൻ പീനൽ കോഡ് നൽകുന്ന ശിക്ഷ ഡാഡി വാങ്ങിക്കൊടുക്കുകയില്ലേ? ഈ കേസിലും അത് ചെയ്യുമോ? കുറ്റം ചെയ്യുന്നവൻ ആരായാലും കുറ്റവാളിയാണ്. ഞാൻ വിജയൻ ചേട്ടന്റെ കയ്യിൽ കൊടുക്കാം. ഡാഡിയുടെ ഇര തന്നെ സംസാരിക്കട്ടെ. ആ ഇര ഡാഡിയുടെ സ്വന്തം ചോരയാണെന്ന് ഇനിയും മറക്കരുത്. വികാര ക്ഷോഭത്തോടെയാണ് രൂപ സംസാരിച്ചത്. അവളെ നോക്കി നിൽക്കുകയായിരുന്നു വിജയൻ. രൂപ സെൽഫോൺ വിജയന് നേരെ നീട്ടി. ഡാഡിക്ക് വിജയൻ ചേട്ടനോട് സംസാരിക്കണം. വിജയൻ ഫോൺ വാങ്ങി. യെസ് വിജയൻ. ഞാനാണ് സംസാരിക്കുന്നത്, SP കൃഷ്ണദാസ് പറഞ്ഞു. നീ എവിടെയാണ് നിൽക്കുന്നത്? വിജയൻ ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ പറഞ്ഞു കൊടുത്തു. വിജയൻ എങ്ങും പോകരുത്, അവിടെ തന്നെ നിൽക്കണം. വിജയൻ വീണ്ടും ആലോചിച്ചു. പിന്നെ സമ്മതിച്ചു. ശരി. ലൈൻ ഡിസ്കണക്റ്റ് ആയി. എന്ത് ഉദ്ദേശത്തിലാണ് വിജയൻ ചേട്ടൻ അത് സമ്മതിച്ചത്? രൂപ ചോദിച്ചു. എന്താണ് അവർ ചെയ്യാൻ പോകുന്നതെന്നറിയാമോ? എന്തായാലും എനിക്ക് ഭയമില്ല. എന്നെ കൊല്ലാൻ ആഗ്രഹിച്ചവർക്ക് ഒരു ചാൻസ് കൂടി ഞാൻ കൊടുക്കുകയാണ്. വിജയൻ പുഞ്ചിരിച്ചു. വിജയന്റെ തന്റെ ഇടം രൂപ അനുഭവിച്ചിട്ടുള്ളതാണ്. കൊലയാളിയായ അഷ്ടമൻ തോക്കു ചൂണ്ടിയപ്പോൾ പതറാതെ നിന്നതാണ്. രൂപ ഗിരിദാസിനെ നോക്കി. അയാളാകെ വിവശനായി നിൽക്കുകയാണ്. SP ഫോണിൽ സർക്കിൾ ഇൻസ്പെക്ടർ ചാണ്ടിയെ വിളിച്ചു. വിവരങ്ങൾ കേട്ടപ്പോൾ അയാൾ ഭയന്നുപോയി. ഭാര്യയോടും മകനോടുമൊത്ത് വീട്ടിലായിരുന്നു അയാൾ. സാർ, ഞാനിപ്പോൾ തന്നെ പുറപ്പെടുന്നു. ഇടിയൻ ചാണ്ടി റിവോൾവർ എടുത്തുകൊണ്ട് കാറിൽ കയറി. അയാൾ യൂണിഫോമിലായിരുന്നില്ല. 10 മിനിറ്റിനുള്ളിൽ കാർ അവിടെ എത്തി. വിജയന്റെ ഫിയറ്റ് കാറിനടുത്ത് നിന്നു. കാറിൽ നിന്നിറങ്ങിയ ചാണ്ടി കൈകൾ പിന്നോട്ട് ബന്ധിക്കപ്പെട്ട നിലയിൽ കാറിൽ ചാരി നിൽക്കുന്ന ഗിരിദാസിനെ കണ്ടു. അയാൾ ഗിരിദാസിന്റെ അടുത്തേക്ക് ചെന്നു. അയാളെ തുടരുത്. വിജയൻ കൈനീട്ടി ചാണ്ടിയെ തടഞ്ഞു. പെട്ടെന്ന് ഒരു കാർ വന്നു നിന്നു. പോലീസ് ബോർഡ് മറച്ചുവെച്ച ആ കാറിനുള്ളിൽ ഡാഡിയാണെന്ന് രൂപ തിരിച്ചറിഞ്ഞു. അധ്യായം 47. കാറിലിരുന്ന SP കൃഷ്ണദാസ് ഗിരിദാസിനെ കണ്ടു. അയാളുടെ അടുത്ത് സർക്കിൾ ഇൻസ്പെക്ടർ ചാണ്ടിയെ തടഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് വിജയൻ. നിർഭയനായ അയാളുടെ നിൽപ്പ് കണ്ടപ്പോൾ കൃഷ്ണദാസിന് കോരിത്തരിച്ചു. തന്റെ മോൻ, തന്റെ രക്തവും മാംസവുമായ അവൻ, വിജയൻ. അവന്റെ അടുത്തു നിന്ന രൂപ കാറിന് നേരെ നോക്കുകയാണ്. കൃഷ്ണദാസ് വാതിൽ തുറന്ന് റോഡിലേക്ക് ഇറങ്ങി. യൂണിഫോമിലായിരുന്നില്ല അദ്ദേഹം. 4-5 പേർ ടെലിഫോൺ ബൂത്തിനടുത്ത് നിൽപ്പുണ്ടായിരുന്നു. SP കണ്ടപ്പോൾ അവർക്ക് അമ്പരപ്പായി. കൃഷ്ണദാസ് ആരെയും ശ്രദ്ധിച്ചില്ല. തന്റെ നേരെ വരുന്ന പോലീസ് സൂപ്രണ്ടിന്റെ മുഖത്തായിരുന്നു വിജയന്റെ നോട്ടം.
ചാണ്ടി സല്യൂട്ട് അടിച്ചു. രൂപയ്ക്ക് ഉത്കണ്ഠ കൂടി. ഗിരിദാസ് അവൻ തന്നെയാണോ എന്ന് എസ് പിക്ക് നിശ്ചയം പോരായിരുന്നു. ഗിരിദാസ് വല്ലാത്തൊരു ഭാവത്തിൽ നിൽക്കുകയായിരുന്നു. തന്റെ മേൽ കൈവച്ചാൽ തന്നെ കൊലപാതകത്തിനായി വിലക്കെടുത്തത് അവരാണെന്ന് വിളിച്ചു കൂട്ടാൻ തയ്യാറായാണ് അയാൾ നിന്നത്. കൈകൾ പിന്നിൽ കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ കൃഷ്ണദാസിന് ഉറപ്പായി. ഞാൻ ഇവനെ കൊണ്ടുപോവുകയാണ്, എസ് പി വിജയനോട് പറഞ്ഞിട്ട് അവന്റെ അനുവാദം കാക്കാതെ ഗിരിദാസിന്റെ ചുമലിൽ കൈവച്ചു. അയാളെ ചാണ്ടിയുടെ അടുത്തേക്ക് തള്ളി നീക്കിയിട്ട് നിർദ്ദേശിച്ചു, ഇവനെ കൊണ്ടുപോയിക്കൊള്ളൂ. സാർ, വിജയൻ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാൻ രൂപ അയാളെ നോക്കി. ചാണ്ടി ഗിരിദാസിനെ പിടിച്ച് ജീപ്പിൽ കയറ്റി. വിജയൻ തടഞ്ഞില്ല. താങ്ക് യു. എസ് പി വിജയനോട് പറഞ്ഞു, ഈ ടെലിഫോൺ ബൂത്തിലുണ്ടായ നഷ്ടം കൊടുക്കണം. വിജയൻ നിർദ്ദേശിച്ചു. ചാണ്ടി, അവരുടെ നഷ്ടം കൊടുക്കാമെന്ന് പറയൂ സാർ. ചാണ്ടി ബൂത്തിലേക്ക് ചെന്നു. വിജയൻ ഗിരിദാസിന്റെ പക്കൽ നിന്നെടുത്ത കത്തിയും തോക്കും എസ് പിക്ക് തിരിച്ചു നൽകി. എസ് പി കൃഷ്ണദാസ് അത് ചാണ്ടിക്ക് കൈമാറി. കൃഷ്ണദാസ് രൂപയെ നോക്കി. ഒരക്ഷരം പറഞ്ഞില്ല. ചെന്ന് കാറിൽ കയറി. സന്തോഷം കൊണ്ട് രൂപയുടെ ഹൃദയം തുടികൊട്ടി. എസ് പിയുടെ കാർ പാഞ്ഞുപോയി. വിജയൻ അത് പറഞ്ഞപ്പോൾ ദീപ വികാരാവേശത്തോടെ ചോദിച്ചു, എന്താ വിജയൻ കൃഷ്ണദാസിനെ വെറുതെ വിട്ടത്? എനിക്ക് അങ്ങനെയാണ് അപ്പോൾ തോന്നിയത്. കൊല്ലാൻ ആളെ അയച്ചതാണെങ്കിലും അയാൾ എൻ്റെ ഡാഡിയല്ലേ. മരണത്തേക്കാൾ വലുതാണ് അഭിമാനം. ഞാൻ കാരണം അയാൾ കൊല്ലപ്പെടുകയോ ജോലി നഷ്ടപ്പെടുകയോ ചെയ്താൽ എൻ്റെ അമ്മ സഹിക്കില്ല. ഇത്രയും ദ്രോഹം ചെയ്തെങ്കിലും അമ്മ ഇപ്പോഴും അയാളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ വിജയനും അയാളെ ഡാഡിയെപ്പോലെ സ്നേഹിക്കുന്നുണ്ട്, ദീപ പറഞ്ഞു. ആ സമയത്ത് രൂപ കൂടെയുണ്ടായിരുന്നത് നന്നായി. വിശ്വസ്തയായ ഒരു സാക്ഷി ഉണ്ടായല്ലോ. വിജയൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ക്ലബിലെ ഒരു മുറിയിൽ എസ് പി അസ്വസ്ഥനായി ഇരുന്നു. 4 ലാർജ് അദ്ദേഹം കഴിച്ചിരുന്നു. വീണ്ടും ഗ്ലാസ് നിറച്ചപ്പോൾ CA ചാണ്ടി തടഞ്ഞു. സാർ, കൂടുതലാകുന്നു. എടോ, എങ്ങനെ കുടിക്കാതിരിക്കും? ഞാൻ കൊല്ലാനയച്ച വിജയന്റെ കാല് പിടിക്കേണ്ടി വന്നില്ലേ രക്ഷപ്പെടാൻ വേണ്ടി? സാറിനോടവൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരു വാക്കുപോലും തടസ്സമില്ലാതെ ഗിരിദാസിനെ വിട്ടു തന്നില്ലേ? ചാണ്ടി ചോദിച്ചു. എടോ, ഞാൻ ഭയന്നാ അങ്ങോട്ട് വന്നത്. വിജയൻ ചില്ലറക്കാരനല്ലല്ലോ. മാർക്കറ്റിൽ വെച്ച് അടിയുണ്ടാക്കിയതുപോലെ എന്നെ കൈവച്ചിരുന്നെങ്കിൽ ഞാൻ സഹിക്കണ്ടായിരുന്നോ? അവന്റെ പിന്നിൽ ഗോപികൃഷ്ണനും അഡ്വക്കേറ്റ് ഈശ്വരമൂർത്തിയും ഒക്കെയുണ്ട്. ആ ഫോണിൽ ഒന്ന് വിളിച്ചാൽ അവർ സർവ്വസന്നാഹത്തോടും കൂടി പാഞ്ഞു വന്നേനെ. പക്ഷേ അവനത് ചെയ്തില്ല. എന്നെ അപമാനപ്പെടുത്തിയില്ല. എൻ്റെ മോൻ, ഞാൻ കൊല്ലാൻ ശ്രമിച്ച എൻ്റെ മോൻ. എസ് പിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മറ്റാരെങ്കിലുമായിരുന്നെങ്കിൽ ഗിരിദാസിനെ വിട്ടുതന്ന് എന്നെ രക്ഷിക്കുമായിരുന്നോടോ? എൻ്റെ മറ്റു മക്കളായിരുന്നെങ്കിലും അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാർ, ഞാൻ ഈ സംഭവം ഭാര്യയോട് പറഞ്ഞു. എന്നെ മാർക്കറ്റിൽ വെച്ച് തല്ലിയതിൻ്റെ പക അവൾക്ക് വിജയനോടുണ്ടായിരുന്നു. പക്ഷേ അവൾ വിജയനെ ആ അപകടത്തിൽ അടുത്തറിഞ്ഞു. എൻ്റെ ഭാര്യയെയും മകനെയും രക്ഷിച്ചത് വിജയനാണ്. അവൾ പറഞ്ഞത് വിജയൻ എന്നെ തല്ലിയെങ്കിൽ അതെന്റെ കുറ്റമാണ്. ഞാൻ അയാളെ കൊല്ലാൻ ആളെ അയച്ചത് അവൾക്ക് സഹിച്ചില്ല. സാർ തെറ്റിദ്ധരിക്കരുത്. സാർ അയാളെ മകനായി സ്വീകരിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നമ്മൾ ഇതുവരെ അയാളോട് തെറ്റ് ചെയ്യുകയായിരുന്നു, CA ചാണ്ടി പറഞ്ഞു. ശരിയാടോ, കുറ്റബോധം കൊണ്ട് ഞാൻ നീറുകയാണ്. ഇനി ഞാൻ വിജയനെ സ്വീകരിച്ചാൽ അവൻ എന്നെ സ്വീകരിക്കുമോ എന്നാണ് എൻ്റെ സംശയം. ശ്രീദേവി അത്രയ്ക്ക് കറതീർന്ന പെണ്ണാണ്. ഇത്ര നാളും മറ്റൊരു ജീവിതം തേടിപ്പോകാതെ ജീവിച്ചില്ലേ? എൻ്റെ മകന് വേണ്ടി മാത്രം ഞാൻ നശിപ്പിച്ച അഭിശബ്ദ ജീവിതവുമായി ശ്രീദേവി ജീവിച്ചില്ലേ? അവൾ എന്നോട് പൊറുക്കുമോടോ? എൻ്റെ ഓഫീസിൽ വന്ന് മകനെ രക്ഷിക്കണമെന്ന് എൻ്റെ കാല് പിടിച്ച് കരഞ്ഞതാണ്. ഞാൻ അവളെ തൊഴിച്ചിറക്കുകയായിരുന്നു. ഇന്ന് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി മനസ്സുകൊണ്ടാണെങ്കിലും അവളുടെ കാല് പിടിച്ചു. കൃഷ്ണദാസ് പറഞ്ഞു. സാർ, ഇതൊക്കെ സംഭവിച്ചത് സാറിന് ഈ മകനെ കിട്ടാൻ വേണ്ടിയായിരിക്കും, ചാണ്ടി അഭിപ്രായപ്പെട്ടു. അതെ, എനിക്കെൻ്റെ മോൻ വേണം. ആരെതിർത്താലും എനിക്ക് അവനെയും അവൻ്റെ അമ്മയെയും വേണം. കുറഞ്ഞ പക്ഷം അവരോട് എൻ്റെ തെറ്റിന് മാപ്പ് ചോദിക്കുകയെങ്കിലും വേണം. ഇല്ലെങ്കിൽ ഞാൻ മരിച്ചാൽ പോലും ശാന്തി കിട്ടില്ല. കൃഷ്ണദാസിന്റെ മുഖം വിയർത്ത് കണ്ണീരിനൊപ്പം ഒഴുകി. ശ്രീദേവി ആ സംഭവം അറിഞ്ഞപ്പോൾ ഏറെ നേരം മിണ്ടാതിരുന്നു. പിന്നെ വിജയനോട് പറഞ്ഞു, നിന്നെ കൊല്ലാനയച്ചവനെ പിടിച്ചു കൊടുക്കുക. നന്ദിയൊന്നും പ്രതീക്ഷിക്കേണ്ട മോനെ. പക്ഷെ എൻ്റെ മോൻ ചെയ്തത് നന്നായി. ക്ഷമിക്കുക, എല്ലാം ക്ഷമിക്കുക. എല്ലാവർക്കും അതിന് കഴിയുകയില്ല. ദൈവം എൻ്റെ മോന്റെ കൂടെ ഉണ്ടാകും. വിജയൻ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അമ്മ വർഷങ്ങളായി അനുഭവിക്കുന്ന വേദന അയാളുടെ മനസ്സിൽ വന്നു. അമ്മ ക്ഷമിച്ചില്ലെങ്കിൽ താൻ ക്ഷമിച്ചത് ഒന്നുമല്ല. വാതിൽക്കൽ ഒരനക്കം. രൂപ.
ശ്രീദേവി അവളെ അപരിചിതത്തോടെ നോക്കി. എന്നെ പ്രസവിക്കാത്ത അമ്മയെ കാണാൻ വന്നതാണ്. അവൾ സാവധാനം അകത്തേക്ക് വന്നു. ഞാനാണ് രൂപ, അവൾ പറഞ്ഞപ്പോൾ ശ്രീദേവിക്ക് മനസ്സിലായി. ശ്രീദേവിയുടെ കണ്ണുകൾ നനഞ്ഞു. രൂപ ശ്രീദേവിയെ ചേർത്ത് പിടിച്ചു. അവളും കരയുകയായിരുന്നു. ഞങ്ങൾ ചെയ്ത തെറ്റിനൊക്കെ മാപ്പ്, കരയുന്നതിനിടയിൽ രൂപ പറഞ്ഞുകൊണ്ടിരുന്നു. പിറ്റേന്ന് അതിരാവിലെ കൈലാസിന് ഒരു ഫോൺ. രാജൻ ബാബുവിന്റെ ഡാഡി ബാബുരാജിന്റെ നിലവിളിയാണ് കേട്ടത്. എന്താ അങ്കിളെ? കൈലാസ് ചോദിച്ചു. എന്റെ മോൻ മരിച്ചു, അല്ല കൊന്നു. മറുവശത്ത് ബാബുരാജ് ബോധമറ്റ് വീണു. രാജൻ ബാബുവിനെ കൊന്നു. അഷ്ടമനെ വെടിവെച്ചത് കൈലാസ് ഓർത്തു. ഭൂമി ഇളകി താൻ താണു പോകുന്നതായി കൈലാസിന് തോന്നി. ഒരു നിലവിളി അയാളിൽ ഉണ്ടായി. ബാക്കി ഭാഗം നാളെ.